ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ ജയ ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കണം. എല്ലാവരും വിഷു ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയോട് കൂടിയിട്ട് സർവൈശ്വര്യത്തോടു കൂടിയിട്ടുള്ള വിഷു ആശംസിക്കുകയാണ്. വിഷുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിഷുവിനെ നമ്മൾ കണി കണ്ട് ഉണരുക എന്നാണ് പറയുക അല്ലേ. അപ്പോൾ തലേ ദിവസം അമ്മമാർ കണിയൊക്കെ ഒരുക്കി വയ്ക്കും. ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹവും ഉരുളിയിൽ അതിന് വേണ്ടതായിട്ടുള്ള ആ സാധനങ്ങൾ, അതായത് കണിവെള്ളരി, കൊന്നപ്പൂവ്, സ്വർണ്ണ നാണയങ്ങൾ, അതുപോലെ വസ്ത്രം, മറ്റ് ഫലങ്ങൾ, അതായത് നമ്മളെ ശരിക്കും ഉദ്ദേശിക്കുന്നത് ചക്ക, മാങ്ങ, അങ്ങനെ നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന അതേ പഴങ്ങളൊക്കെയാണ്. ചെറിയ പഴങ്ങൾ, അങ്ങനെയുള്ള പഴങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പലരും അങ്ങാടിയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് പല വിധത്തിലുള്ളതും വയ്ക്കില്ല. എങ്ങനെയായാലും അങ്ങനെയുള്ള പഴങ്ങളൊക്കെ വച്ചിട്ട് സമ്പൽ സമൃദ്ധി ഉണ്ടാവുക എന്നുള്ള സങ്കല്പത്തോടു കൂടിയിട്ട് നമ്മൾ കണി കണ്ട് നമസ്കരിക്കണം. അപ്പോൾ പുറമേക്കുള്ള ആ സമ്പൽ സമൃദ്ധിയോടൊപ്പം തന്നെ ആ ഭഗവാനെയാണ് നമ്മൾ കണി കാണുന്നത്. അപ്പോൾ ഉള്ളിൽ ആ ഭഗവാൻ ആത്മാവായിട്ടിരിക്കുന്ന ആ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ കൂടി നമ്മൾ കണി കണ്ട് നമസ്കരിക്കണം. അപ്പോൾ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. അപ്പം അതുപോലെ ഈ കളി കാണുന്ന സമയത്ത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കൊന്നപ്പൂവ് അല്ലേ. എല്ലാവരും എങ്ങനെയെങ്കിലും കൊന്നപ്പൂവ്. അപ്പോൾ ആൾക്കാർക്ക് അതൊരു ബിസിനസ്സായി അല്ലേ. കൊന്നപ്പൂവ് ഇല്ലാണ്ട് കണി കാണാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? വിഷു ആവണേന് കുറച്ച് ദിവസം മുമ്പ് എല്ലാ മരങ്ങളിലുള്ള കൊന്നപ്പൂവൊക്കെ ആൾക്കാരുകളൊക്കെ പൊട്ടിച്ച് വയ്ക്കും. എന്നിട്ട് അത് വിറ്റ് കാശാക്കിയിട്ട് ശരിക്കും അതിൽ നിന്ന് കിട്ടണ ആ ഒരു ധനം കൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് അവരുടെ അനുഭവത്തിൽ നിന്ന് അവർക്കൊക്കെ മനസ്സിലാവട്ടെ. കാരണം അപ്പം അത്രയും നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. ധനം കൊടുത്തായാലും മേടിച്ച് നമ്മളൊരു ഒരു കണിക്കൊന്ന പൂവെങ്കിലും വയ്ക്കും. അത്രയും മഹത്വമാണ് ആ കണിക്കൊന്നയ്ക്ക്. അപ്പം ആ സമയമാകുമ്പോൾ കണിക്കൊന്നയൊക്കെ ഒരുങ്ങി നിൽക്കും അല്ലേ. പറയും, എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ എന്ന് പറഞ്ഞാൽ ആ സമയമാകുമ്പോൾ പൂക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ഈ കണിക്കൊന്നയുടെ കാര്യങ്ങൾ? അത് പ്രമാണമൊന്നുമില്ല. ഇപ്പോൾ പറയണ ഒരു കഥയ്ക്ക് പ്രമാണമൊന്നുമില്ല കേട്ടോ. എന്നാലും വിഷുവിനെ പറ്റിയിട്ടുള്ള പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയാണത്. അപ്പോൾ ആ പ്രമാണമൊന്നും ഇല്ലെങ്കിലും ഒരുപാട് നമ്മളുടെ ഹൃദയത്തിനെ ആകർഷിക്കുന്നത്, മനസ്സിനെ ആകർഷിക്കുന്നതായിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ ത്രേതായുഗത്തിലെ ശ്രീരാമസ്വാമി സീതാന്വേഷണത്തിന് പോണ സമയത്ത് സുഗ്രീവ സഖ്യമൊക്കെ ചെയ്തിട്ട് ബാലിയായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ബാലിയെ ഒരു മരത്തിൻ്റെ പിന്നിൽ നിന്ന് ഒളിയമ്പ് ചെയ്ത് വധിച്ചു എന്നാണല്ലോ കഥ.
അപ്പോൾ ഈ മറിഞ്ഞു നിന്ന ഈ മരമാണ് ഈ കൊന്നമരത്തിൻ്റെ പുറകിലാണെന്നാണ് സങ്കല്പം. അപ്പോൾ അതിനുശേഷം ആ മരം കാണുമ്പോൾ എല്ലാവരും പറഞ്ഞു, ബാലിയെ കൊന്ന മരം എന്ന് പറഞ്ഞ് അത് കൊന്നമരമായിട്ട് മാറി. കാണുമ്പോൾ കൊന്നമരം എന്നെല്ലാവരും. അപ്പോൾ ആ വൃക്ഷത്തിന് വളരെയധികം സങ്കടമായി. വൃക്ഷം ഭഗവാനെ ഇങ്ങനെ ധ്യാനിച്ചു. സർവഭൂതഹൃദയം, എല്ലാത്തിൻ്റെയും ഹൃദയമായിട്ട് നിൽക്കുന്നത് ഭഗവാൻ തന്നെയല്ലേ. അപ്പം അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ പ്രാർത്ഥന കേട്ടു. അപ്പോൾ ആ ഭഗവാന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ള ആ മരം ചോദിച്ചു, ഭഗവാനെ, അങ്ങ് എൻ്റെ പുറകിൽ നിന്നിട്ടാണ് ആ ബാലിയെ വധിച്ചത്. അപ്പോൾ എന്തിനാണ് ഒളിഞ്ഞു നിന്ന് വധിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ആ കർമ്മപ്രാരാബ്ധം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അങ്ങയുടെ നേരെ ചൂണ്ടിയത് അല്ലേ, എല്ലാവരും ചോദിച്ച് അവിടെ ബാലി പറഞ്ഞില്ലേ എന്തിനാ എന്നെങ്ങനെ ചെയ്തേ. അതുപോലെ താരയും ഒക്കെ കുറ്റപ്പെടുത്തി. പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ചെയ്ത കർമ്മത്തിൻ്റെ പ്രാരാബ്ധ ഫലമാണ് എന്നുള്ളത് നേരിട്ടിട്ട് ഭഗവാന്റെ കൈകൊണ്ട് നേരെ ആ ഭഗവാനെ ദർശിക്കാനുള്ളൊരു ആ കർമ്മ ഫലം കൊണ്ടില്ലാത്തത് കൊണ്ടാണ് ഒളിഞ്ഞു നിന്ന് ഒളിയമ്പ് ചെയ്തതെന്നുള്ള കഥകളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ എന്നെ എല്ലാവരും കൊന്നമരം എന്നാണ് വിളിക്കണേ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും എനിക്ക് ഈ അപമാനം കേൾക്കേണ്ടി വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീരാമസ്വാമി ചോദിച്ചു, ആരാ പറഞ്ഞേ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ എങ്ങനെയാണ്? അപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് നിനക്കറിയോ? നിൻ്റെ പൂർവ്വജന്മം ഒന്ന് നീ ഓർത്തു നോക്കൂ എന്ന് പറഞ്ഞ് ഭഗവാൻ ആ പൂർവ്വജന്മത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആ പൂർവ്വജന്മത്തിൽ ഒരു അപരാധം തന്നെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആ മഹാത്മാവിനെ തെറ്റിദ്ധരിച്ചിട്ട് ചെയ്യാത്ത കുറ്റത്തിന് അദ്ദേഹത്തിനെ പഴി പറഞ്ഞ് അത് ഒരാളോട് മാത്രം പറയല്ല, പലരോടും പറഞ്ഞ് അദ്ദേഹത്തിനെ ഒരു തെറ്റുകാരനാക്കി മാറ്റി. പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അല്ല തെറ്റുകാരെന്ന് തിരിച്ച് അറിയുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ആത്മാഭിമാനം ഉണ്ടാവുമല്ലോ മനുഷ്യന്, താൻ ചെയ്തത് തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയാനൊരു അങ്ങനെ പറയാൻ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയാനൊരു മടിയായതുകൊണ്ട് ഇദ്ദേഹം അതിനും മുതിർന്നില്ല. അപ്പോൾ ആ ചെയ്ത കർമ്മത്തിൻ്റെ പ്രാരാബ്ധം അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു തെറ്റും ചെയ്യാത്ത നിനക്ക് ഇങ്ങനെ കൊന്ന മരം എന്നുള്ളത് അങ്ങനെ അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നു, പക്ഷേ ഞാനുമായിട്ട് സമ്പർക്കമുണ്ടായതുകൊണ്ട് ഈ ഒരു കർമ്മപ്രാരാബ്ധം തീർന്നാൽ ഇതിൽ നിന്ന് ഇത് അനുഗ്രഹമായിട്ട് തീരും. അതുകൊണ്ട് സദാ ഈശ്വരസ്മരണയോടുകൂടി കഴിയൂ എന്ന് ആ മരത്തിനോട് പറഞ്ഞു. അങ്ങനെ സദാ ഈശ്വരസ്മരണയോട് കൂടിയിട്ട് ആ മരം എപ്പോഴും ഒരു ദ്വാപരയുഗത്തിൽ ഞാൻ ശ്രീകൃഷ്ണനായിട്ട് വരും, അപ്പോൾ ആ സമയത്ത് നിനക്ക് അനുഗ്രഹം തരാം. അത് ദ്വാപരയുഗത്തിൽ ഞാൻ ശ്രീകൃഷ്ണനായിട്ട് വരും. അത് കഴിഞ്ഞ് പിന്നെ കലികാലം ആരംഭിക്കും. കലികാലം ആരംഭിക്കുമ്പോൾ ഞാൻ ശ്രീകൃഷ്ണ ഭാവത്തിൽ വന്നിട്ട് നിനക്ക് അനുഗ്രഹം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. അപ്പോൾ എത്ര കാലം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം അല്ലേ. ആ ഒരു മരം അത് ചെയ്ത ആ തെറ്റിൻ്റെ വൈഭവം കൊണ്ടാണ് ഒരു മരമായിട്ട് ജനിച്ചത്. ആ മരമായിട്ട് ജനിച്ചിട്ട് ആ കർമ്മപ്രാരാബ്ധം തീരാൻ എത്ര കാലം ഭഗവാനെ ജപിച്ചു, നാമം ജപിച്ച് എത്രയോ കാലം അവിടെ ആ മരമായിട്ട് നിന്നു. ആലോചിച്ചു നോക്കൂ, അത്രയും ഒരു കാലങ്ങൾ ജപിച്ച് കഴിഞ്ഞിട്ട് കലിയുഗം ആയ സമയത്ത് ആ മരം ഗുരുവായൂർ, സാക്ഷാൽ ശ്രീ ഭൂലോക വൈകുണ്ഠമായിട്ടുള്ള ഗുരുവായൂർ അടുത്ത് ആ മരം വന്ന് അവിടെയാണ് ആ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വീണ്ടും മരമായിട്ട് തന്നെ വന്ന് പിറന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കുറൂരമ്മയ്ക്കും വില്യമംഗലത്തിനും പൂന്താനത്തിനൊക്കെ ഭഗവാൻ പ്രത്യക്ഷ ദർശനമാണ് നൽകിയത്. ആ കാലത്തൊക്കെ ഭഗവാനെ, അതായത് മനസ്സ് കലിയുടെ കുറച്ചും കൂടി ഒരു 100-500 വർഷം കൂടി പുറകെയാണ്. അപ്പോൾ അത്രയും കൂടി ആ കലിയുടെ ആ പ്രഭാവം കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള മഹാത്മാക്കളുണ്ടായിരുന്നു. അവർ ഒരുപാട് കലിയുടെ ദോഷങ്ങളെ കൊണ്ടും കർമ്മപ്രാരാബ്ധങ്ങളെ കൊണ്ടൊക്കെ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും, പൂന്താന മുത്തശ്ശൻ്റെ കഥയൊക്കെ അറിയാമല്ലേ. ആറ്റുനോത്തിലുണ്ടായ ഉണ്ണിയൊക്കെ പോയി. പക്ഷേ
ആ ഉണ്ണിയെ ഉണ്ണികൃഷ്ണനായിട്ട് കാണാനുള്ളൊരു മനോഭാവം പൂന്താനം മുത്തശ്ശനുണ്ടായി. അത് അദ്ദേഹം പിന്നെയുള്ള ജീവിതം മുഴുവൻ പരമാനന്ദത്തിൽ ഭഗവാന്റെ കഥകൾ പാടി ഭഗവത് നാമം ജപിച്ച് കഴിച്ചു കൂട്ടുകയാണ് ചെയ്ത് അവസാനം ആ ഉടലോട് കൂടിയിട്ട് ഭഗവാനോട് കൂടിയിട്ട് ഭഗവാന്റെ ധാമത്തിലേക്ക് ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് പറയണത്. അതുപോലെ കുറൂരമ്മയും അതെ, ആ ഒരു 4 വയസ്സ് മുതലേ എന്ന് പറയണോണം കുറൂരമ്മയ്ക്ക് ഓർമ്മ പ്രസവിച്ചിട്ട് ഒരു ബുദ്ധി ഉറയ്ക്കണ ആ ഒരു ബുദ്ധി ഉറക്കിയാന്നൊന്നും പറയാൻ പറ്റില്ല. അച്ഛനും അമ്മയൊക്കെ കണ്ടാൽ തിരിച്ചറിയും. അങ്ങനെയുള്ളൊരു പ്രായം ഉണ്ടല്ലോ, ഒരു 6 മാസം 7 മാസമൊക്കെ ആകുമ്പോൾ അവനവൻ്റെ ആൾക്കാരൊക്കെ തിരിച്ച് ആ പ്രായം മുതൽ പൂജാമുറിയിൽ കൊണ്ടുവന്ന് എത്തിയാൽ കുറൂരമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. കൃഷ്ണ വിഗ്രഹം കണ്ടാൽ കുറൂരമ്മയ്ക്ക് ഒരുപാട് സന്തോഷം. അപ്പോഴേ തൊട്ട് പൂർവ്വജന്മസ്മൃതി ഉണർന്നിട്ട് ആ ഭഗവാനിലേക്ക് മനസ്സ് നീങ്ങിയിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ കുട്ടിക്ക് വല്ലാണ്ട് വാശി പിടിക്കുകയും വികൃതി പിടിക്കുകയും ചെയ്ത് അപ്പോൾ പൂജാമുറിയിൽ കൊണ്ടുവന്നിരുത്തും. കിടക്കണ സമയം തൊട്ട് അങ്ങനെയാത്രേ. അവിടെ കൊണ്ടുവന്ന ഒരു പായ വിരിച്ച് അവിടെ കിടത്തുകയാണെങ്കിൽ കുട്ടി അനങ്ങാണ്ട് കൃഷ്ണനെ നോക്കി എന്തെങ്കിലും ശബ്ദമൊക്കെ പുറപ്പെടുവിച്ച് സുഖമായിട്ട് കിടന്നോളും. പിന്നെ ഇരിക്കണ പ്രായമാകുമ്പോൾ അവിടെ കൊണ്ടുവന്ന് ഇരുത്തും. അപ്പോഴൊക്കെ അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കും. ആ മുട്ടുകുത്തിയൊക്കെ നടന്നു തുടങ്ങുന്ന സമയത്ത് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയാൽ ചെന്ന് കണ്ണൻ്റെ അടുത്ത് ചെന്ന് കണ്ണനെ തൊട്ട് എന്തൊക്കെയോ അവരവരുടെ ആ കുഞ്ഞിൻ്റെ ഭാഷയിൽ സംസാരിച്ചു കൊണ്ട് ആ കണ്ണനെ നോക്കിയിരിക്കും. അങ്ങനെ 4-ാമത്തെ വയസ്സിൽ ഒരു സന്യാസി വന്നിട്ട് ദീക്ഷ കൊടുത്തു. ആ കോമളം ഗോജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസതാം പുരതോ മമ എന്ന് പറഞ്ഞ ദീക്ഷ കൊടുത്തു. അപ്പോൾ ആ നാമം ജപിച്ചുകൊണ്ട് ഒരു ബാലഗോപാലൻ്റെ വിഗ്രഹവും സമ്മാനിച്ചു. എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ബാലഗോപാലനെ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സഞ്ചിയിൽ നിന്ന് അങ്ങനെ ഒരു വിഗ്രഹം കൂടി എടുത്ത് കൊടുത്തിട്ടാണ്. അപ്പോൾ അത്രയും ആ ഒരു പ്രഭാവമാണ് ഭഗവാന്. അങ്ങനെ ആ സമയത്ത് അതേ സമയം തന്നെ ഒരു ഉണ്ണിയുടെ കഥ പറയണം. ആ ഉണ്ണിയുടെ കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ണിക്ക് ആരുമില്ല. അവിടെ ഉണ്ണിക്ക് കളിക്കൂട്ടുകാരായിട്ട് ആരുമില്ല. അപ്പോൾ അത് കാരണം ഉണ്ണി ഒറ്റയ്ക്കാണ് ഉണ്ടായത്. അപ്പോൾ ഉണ്ണി ഇങ്ങനെ പറയും, എൻ്റെ കൂടെ കളിക്കാൻ ആരുമില്ല, എന്നെ ആരും കളിക്കാനൊന്നും കൂട്ടണില്ല അമ്മയെന്ന് പറഞ്ഞാൽ അമ്മോട് പരാതി ഇങ്ങനെ പറയും. അപ്പോൾ അമ്മ പറയും, വിഷമിക്കണ്ട കേട്ടോ, ആ കണ്ണാന്ന് ഉറക്കെ വിളിച്ചാൽ മതി. അപ്പോൾ ആ കണ്ണൻ കൂടെ വരും. അപ്പോൾ ആ കണ്ണൻ കൂടെ വന്നാൽ കണ്ണൻ കളിക്കും. കണ്ണാ കളിക്കാൻ വരുമെന്ന് പറഞ്ഞ് വിളിച്ചാൽ കണ്ണൻ വരും, വരാണ്ടിരിക്കില്ല. നിന്നെപ്പോലെയുള്ള കുട്ടികളെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് കണ്ണൻ ആ അമ്പാടിയിലെ ഗോപന്മാരുടെ കൂടെ കളിച്ച ഓരോരോ ലീലകളെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. കുട്ടി അതൊക്കെ കൊതിയോടുകൂടി കേട്ടിരിക്കും. ആ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചെന്നിട്ട് പറയും, കണ്ണാ എത്ര ഭാഗ്യം ചെയ്തതാ ഗോപന്മാർ, അവരുടെ കൂടെയൊക്കെ നീ കളിച്ചില്ലേ അല്ലേ. ഭാഗവതം തന്നെ പറയുന്നത് അങ്ങനെയല്ലേ, ആ ഗോപന്മാരുടെ ഒരു ഭാഗ്യം അല്ലേ, അഹോ ഭാഗ്യം അല്ലേ, എന്തൊരു ഭാഗ്യമാണ് അവിടെ ഉള്ള ആ ഗോപന്മാരുടെ കൂടെ കളിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഗോപന്മാരുടെ മഹത്വത്തിനെയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും, എൻ്റെ കൂടെ ഇങ്ങനെ കളിക്കാൻ വന്നൂടെ, ഞാനും ഒരു ഉണ്ണിയല്ലേ, എനിക്കും നിന്നെ കാണാൻ കൊതിയല്ലേ എന്നൊക്കെ കുറേ ചോദിച്ചപ്പോൾ ഒരു ദിവസം അതുപോലെ ഒരു ഉണ്ണിയായിട്ട് ആ കൃഷ്ണൻ ആ ശ്രീലകത്തു നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ കുട്ടൻ്റെ കൈമ പിടിച്ചിട്ട് പറഞ്ഞു, വരൂ നമുക്ക് കളിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മോട് കുഞ്ഞ് നല്ല സന്തോഷത്തിലായി. അപ്പോൾ അമ്മ ചോദിച്ചു, ഇന്ന് എൻ്റെ മോൻ നല്ല സന്തോഷത്തിലാണ്, എന്താ കുട്ട അത്ര സന്തോഷം? ഇന്ന് കണ്ണൻ ഗുരുവായൂരപ്പൻ എൻ്റെ കൂടെ ഉണ്ണിക്കണ്ണനായിട്ട് വന്നു, കളിക്കാനായിട്ട് വന്നു. അതുകൊണ്ട് ഞാൻ ഓരോ കളികളും അപ്പം ഞാൻ കണ്ണനോട് ഇങ്ങനെ പറയും, ആ ഗോപന്മാരുടെ കൂടെ കളിച്ച കളികളൊക്കെ കളിക്കണേ എന്ന് പറയും. അപ്പോൾ ഓരോ ദിവസവും ഗോപന്മാരുടെ കൂടെ കളിച്ച കളികളൊക്കെ എൻ്റെ കൂടെയും കളിക്കും. അങ്ങനെ ഞങ്ങൾ നല്ല സന്തോഷത്തിലാണെന്ന് പറയും. അപ്പം അമ്മ ഈ കുട്ടി എന്തോ പറയണു അത്രയും വിചാരിച്ചുള്ളൂ. കണ്ണനൊന്നും ഇറങ്ങി വന്ന് ഈ കുട്ടിയുടെ കൂടെ കളിക്കുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഈ കുട്ടി തന്നെത്താനെ നിന്നിട്ട് പല വിധത്തിൽ ആരോ കൂടെയുള്ള പോലെ വർത്തമാനം പറയണതും കളിക്കണതും ഒക്കെ പലരും കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികളുടെ ഒരു ചേഷ്ടയാണല്ലോ അങ്ങനെ. അപ്പോൾ അതാവും കുട്ടികളൊക്കെ അങ്ങനെയുണ്ട്, തന്നെ വർത്തമാനം പറഞ്ഞ് കളിക്കുക, കൂടെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ട് എന്നുള്ള ഭാവത്തിലൊക്കെ കളിക്കലൊക്കെ കുട്ടികളുടെ സ്ഥിരമായിട്ടുള്ള ഒരു കളികളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തോ ആവുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ഒരു ദിവസം
ആ ഗുരുവായൂർ നടയിൽ ഒരു ഭക്തൻ വന്നു. ആ ഭക്തൻ വന്നിട്ട് ആ ഗുരുവായൂരപ്പന് അതിമനോഹരമായിട്ടുള്ളൊരു സ്വർണ്ണമാല സമർപ്പിച്ചു. നല്ല ഭംഗിയുള്ള സ്വർണ്ണമാല. അത് കഴുത്ത് നിറഞ്ഞു കിടക്കും ആ സ്വർണ്ണമാല ഇട്ടാൽ. അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്വർണ്ണമാല സമർപ്പിച്ചു. അപ്പോൾ ആ സ്വർണ്ണമാല കൊണ്ടൊന്ന് സമർപ്പിക്കുന്ന സമയത്ത് അവിടെ മേൽശാന്തി അലങ്കാരമൊക്കെ കഴിയുമ്പോഴാണ് ഈ മാല കിട്ടിയത്. അപ്പോൾ വേഗം മാല എടുത്ത് കണ്ണന് കാണിച്ചു കൊടുത്തു. കണ്ണാ കണ്ടോ, എത്ര ഭംഗിയാണ് നോക്കൂ ഈ മാല, നാളെ നമുക്ക് ഈ മാല അണിഞ്ഞിട്ട് വേണം കേട്ടോ നിൽക്കാൻ എന്ന് പറഞ്ഞാൽ മാല അവിടെ വച്ചതും അതുവരെ ചാർത്തിയ ആ ചാർത്തെല്ലാം അവിടെ അഴിഞ്ഞു വീണു. കണ്ണൻ പറയാൻ നാളെ വേണ്ട, ഇന്ന് തന്നെ മതിയെന്ന്. അപ്പോൾ വേഗം കണ്ണൻ്റെ ആ കുറുമ്പ് അറിയാവുന്നത് കൊണ്ട് അതവിടെ ആ മേൽശാന്തിയായിട്ട് ജോലി ചെയ്തവരോട് ചോദിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അവരെന്തെല്ലാം ലീലകളാണ് ആ കണ്ണൻ്റെ കൂടെ ആടണം. കണ്ണനും അവരുടെ കൂടെ ആ മേൽശാന്തി അമ്മമാരുടെ കൂടെ കളിച്ചിട്ടുള്ളത്. യശോദാമ്മയെ പോലെ ആ ഭാഗ്യം കൊടുത്തിട്ട് തൻ്റെ കൂടെ 6 മാസം അല്ലെ ജീവിതത്തിൽ ആ ഭഗവാനെ തൊടാനും കുളിപ്പിക്കാനും അലങ്കരിക്കാനൊക്കെ ഒരു ഭാഗ്യം കിട്ടുക. അപ്പോൾ വേഗം ആ മാല ചാർത്തി നന്നായി അലങ്കരിച്ച് ആ ഉച്ചപൂജയ്ക്ക് നട തുറന്നപ്പോൾ നമ്മുടെ കുമാരേട്ടൻ പറയണത് പോലെ എന്തൊരു ഭംഗിയാ കൃഷ്ണനെ കാണാനല്ലേ, കണ്ണെടുക്കാൻ തോന്നില്ല. സുന്ദരക്കുട്ടൻ, എന്തൊരു ഭംഗിയാ കാണാൻ എന്ന് പറയണ പോലെ അത്രയും സൗന്ദര്യം, കണ്ണെടുക്കാൻ തോന്നാത്തത്ര സൗന്ദര്യത്തിൽ തിളങ്ങി നിൽക്കണു. മനോഹരമായിട്ട് ആ ബാലഗോപാലൻ അവിടെ ഓടക്കുഴൽ വിളിച്ച് ആ പുതിയ മാലയൊക്കെ ചാർത്തി നിൽക്കണ കണ്ടപ്പോൾ എല്ലാവർക്കും കണ്ണെടുക്കാനേ പറ്റണില്ല ആ ഭഗവാന്റെ അടുത്ത് നിന്ന്. അങ്ങനെ ഉച്ചപൂജയൊക്കെ കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞപ്പോൾ ആ പതിവ് പോലെ ആ കണ്ണനെ കാത്തിട്ട് ആ കുട്ടനെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഉണ്ണിക്കുട്ടനെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുക, എന്താ അവിടെ നിൽക്കണേ? കണ്ണനെ വിളിക്കാൻ ഇവിടെ കാത്തു നിൽക്കുക, ഞാൻ കണ്ണൻ്റെ കൂടെ കളിക്കാറെന്ന് പറയുമ്പോൾ എല്ലാവരും തമാശയായിട്ടൊക്കെ എടുക്കുക. അങ്ങനെ നടയൊക്കെ അടച്ചു കഴിഞ്ഞപ്പോൾ ആ കണ്ണൻ ഇറങ്ങി വന്നപ്പോൾ കണ്ണൻ ആ മാലയൊക്കെ ചാർത്തിയിട്ട് ഇറങ്ങി വരുന്നത് കൂട്ടുകാരനെ കാണിച്ചു. കണ്ടോ കൂട്ടുകാരാ, ഇന്ന് എനിക്ക് ഒരാൾ തന്ന മാലയാണ്, എന്തൊരു ഭംഗിയാണെന്നറിയോ ഈ മാലയ്ക്ക്. എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ട്, ഇത് ഇട്ടിട്ട് എന്നെ കാണാൻ നല്ല സുന്ദരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ആ ഉണ്ണിക്കുട്ടന് കണ്ണൻ്റെ കഴുത്തിൽ കിടക്കണ മാലയൊന്ന് അണിഞ്ഞ് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ വേഗം ആ മാലയൊക്കെ പിടിച്ചു നോക്കി കണ്ണുകളുടെ തിളക്കം കണ്ടപ്പോൾ കണ്ണന് മനസ്സിലാവില്ലേ. അപ്പോൾ ചോദിക്കും, കൂട്ടുകാരാ ഈ മാല നിനക്ക് നല്ല ഇഷ്ടമായോ? പറയാം, എനിക്ക് നല്ല ഇഷ്ടമായി കണ്ണാ, എനിക്ക് എന്തൊരു ഇഷ്ടം, എന്തൊരു ഭംഗിയാത് ഇട്ടിട്ട്. പറഞ്ഞു, നിനക്ക് ഈ മാല ഇടണോ? എനിക്ക് ഈ മാല ഇട്ടാൽ നല്ല ഇഷ്ടമാണ്, എനിക്ക് ഈ മാല ഇട്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വേഗം കണ്ണൻ തൻ്റെ കഴുത്തിൽ നിന്ന് ഊരിയെടുത്തിട്ട് ആ മാല കൂട്ടുകാരൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തു. ആഹാ, എന്നെക്കാളും ചന്തം നിനക്ക് തന്നെയാട്ടോ, നിൻ്റെ മേനിയിൽ കിടക്കുമ്പോൾ ആ ചന്തം, നീയാ സുന്ദരൻ, എന്നെക്കാളും സുന്ദരൻ നീയാ. അപ്പോൾ കുട്ടിക്ക് അത്ഭുതം, ശരിക്കും കണ്ണാ, അതെ, ഞാനെന്തിനാ കളവ് പറയണേ, എന്നെക്കാളും സുന്ദരനാ നീ, എന്തൊരു ഭംഗിയാ നിനക്ക്. ഒരു കാര്യം ചെയ്യും, മാല നീ സ്വന്തമായിട്ട് എടുത്തോളൂ. അയ്യോ, അത് കണ്ണന് തന്ന മാലല്ലേ, അതിനെന്താ, അതെനിക്ക് തന്നപ്പോൾ പിന്നെ എൻ്റെ സ്വന്തമായില്ലേ, അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തൂടെ. നമ്മളും അതേ അല്ലേ, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് സന്തോഷത്തോട് കൂടിയിട്ട് പ്രിയപ്പെട്ടിട്ട് ഒരു സാരി ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, എനിക്ക് നല്ല ഇഷ്ടമാണ് എന്നിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ഒരു സാരി കൊണ്ടുവന്ന് തന്നു. ആഹാ, എന്തൊരു ഭംഗിയായി, ഈ സാരി ഒന്ന് ഉടുത്ത് കാണണമെന്നുണ്ട് എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, നമ്മൾ ഉടുത്ത് കാണിച്ചു കൊടുത്തു, വളരെ ഭംഗിയുണ്ട്, എന്തൊരു യോജിപ്പാന്ന് പറഞ്ഞു. നമ്മൾ സന്തോഷം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതവിടെ മടക്കി വെച്ചു. അപ്പോൾ അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് വേറൊരാൾ വന്ന് അവരുടെ കഷ്ടപ്പാടൊക്കെ പറഞ്ഞു, ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ കുട്ടി സ്കൂളിൽ പോവുക, കോളേജിൽ പഠിക്കുകയാണ്, അതിനിങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി കൊടുക്കാനൊക്കെ പ്രയാസമാണ്. അപ്പോൾ ഞാനപ്പോൾ എന്താ ചെയ്യുക, എന്നാൽ ശരി 2-3 സാരി തരാം എന്ന് പറഞ്ഞ് സാരി എടുത്ത് കൊടുത്തപ്പോൾ നല്ല തന്നെ ആയിക്കോട്ടെ, ഒരു തവണയൊന്നും എടുത്ത് അവരെ കാണിച്ചു എന്നല്ലേ ഉള്ളൂ, പുതിയ സാരി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇവർക്ക് കൊടുത്തയച്ചു. പിന്നെ ആ സാരി ഉടുക്കില്ലല്ലോ, കൊടുത്തില്ലേ, പിന്നെ ഉടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ അന്വേഷിക്കാൻ തുടങ്ങി. പിന്നെ അമ്മേ, ആ സാരി ഉടുത്ത് കാണാനേ ഇല്ലല്ലോ, എൻ്റെ സാരി എവിടെ, എൻ്റെ സാരി ഇപ്പം അമ്മ ഉടുക്കണില്ലേ, എൻ്റെ സാരി എവിടെ? പറഞ്ഞു, നിങ്ങളുടെ സാരി നിങ്ങളുടെ കയ്യിലല്ലേ. അല്ല, എൻ്റെ സാരി ഞാൻ അമ്മയ്ക്ക് തന്നില്ലേ ഉടുക്കാൻ, എൻ്റെ സാരി അവിടെ. അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ എന്നുള്ള ഭാവം പോയിട്ടില്ല. നമുക്ക് പലരും പ്രിയപ്പെട്ടതായിട്ട് പലതും തന്നു എന്ന് വരും. അപ്പം ഇവിടെയും പലതും കൊണ്ടുവന്ന് തരും, വിഗ്രഹങ്ങളായിട്ടും ചിത്രങ്ങളായിട്ടൊക്കെ. അപ്പം നമ്മളതിങ്ങനെ സന്തോഷത്തോടു കൂടി ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ
അത് കഴിഞ്ഞു. പിന്നെ ആ മനസ്സ്, ആ സ്നേഹമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞുണ്ടാവും. പിന്നെ എന്താ ചെയ്യും, ഈ തന്ന വസ്തു പക്ഷേ നമുക്കും ഇതുപോലെ ഒരുപാട് പേരോട് ഇഷ്ടം തോന്നുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണോ അതല്ലേ വേറൊരാൾക്ക് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ വേഗം ഇതെടുത്ത് കൊടുക്കും. അപ്പോൾ പിന്നെ പരിഭവമായി. ഞാൻ തന്നത് എൻ്റെ കൃഷ്ണനെ കൊടുത്തു, എൻ്റെ സാരി കൊടുത്തു, എൻ്റെ ഫോട്ടോ കൊടുത്തു. അപ്പം മമതയാണ് വല്ലാണ്ട് നിൽക്കണത്. കണ്ണന് അതാ പറഞ്ഞ, കണ്ണൻ പറഞ്ഞ അവർ തന്നപ്പോൾ അത് എൻ്റെ ആയില്ലേ, പിന്നെ എനിക്കിഷ്ടമുള്ളവർക്ക് കൊടുത്തൂടെ, അതുകൊണ്ട് ഇതിട്ടോളൂ എന്ന് പറഞ്ഞു, കഴുത്തിടിയിച്ചു കൊടുത്തു. അങ്ങനെ ആ കുട്ടി അതിട്ടിട്ട് ഓടിപ്പോയി. സന്തോഷം സഹിക്കാൻ പറ്റണില്ലേ. കണ്ണൻ ഇങ്ങനെ ഒന്നിട്ട് കൊതി പോലും തീർന്നിട്ടില്ലല്ലോ. അപ്പോഴേക്കും ആ മാല തന്നില്ലേ, വേഗം അമ്മേ അമ്മേന്ന് വെച്ചിട്ട് ഓടി ചെല്ലുകയാണ്. വിയർത്ത് വിളിച്ച്, എന്താ കണ്ണ നോക്കൂ എൻ്റെ കഴുത്തിൽ എന്താണ്. അപ്പോൾ അമ്മ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഉച്ചപൂജ തൊഴാൻ അമ്മയുണ്ടായിരുന്നു. ഇത് കണ്ണൻ്റെ കഴുത്തിൽ ഈ മാല കിടക്കണ കണ്ടതുമാണ്. ഇതെങ്ങനെ ഈ കുട്ടായി ഈ മാല നിനക്ക് കിട്ടിയത്? കണ്ണൻ്റെ മാലയല്ലേ, ഗുരുവായൂരപ്പൻ്റെ മാലയല്ലേ? അതെ അമ്മേ, ഇന്ന് കണ്ണൻ കളിക്കാൻ വന്നപ്പോഴേ കണ്ണൻ എൻ്റെ കഴുത്തിൽ ഇട്ട് തന്നതാ, എന്നോട് സ്വന്തമായിട്ട് എടുത്തോളാൻ പറഞ്ഞു കണ്ണൻ്റെ. അപ്പോൾ ഇത് ഗുരുവായൂരപ്പൻ്റെ മാലയല്ലേ എന്ന് പറഞ്ഞാൽ അമ്മ ചോദിക്കണ്ടേ, നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയേ? നീ ശ്രീലകത്ത് കയറിയോ? നീ എങ്ങനെയാണ് അത് എടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി പറയേണ്ട, എനിക്ക് കണ്ണൻ തന്നതാന്ന്. അമ്മയ്ക്കാണെങ്കിൽ കയ്യും കാലൊക്കെ വിറച്ചിട്ട് വയ്യ. മാല എടുക്കുക ചെറിയ തെറ്റാണോ ചെയ്തത്? ശീലത്ത് കയറി മാല എടുക്കുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ചെയ്തോളത്തോളം പൂജ മുഴുവൻ ആദ്യം ചെയ്യേണ്ടി വരും. കുട്ടിക്ക് എന്താ തോന്നിയെന്ന് നിശ്ചയില്ല. ആ മാല ഒരുപാട് ഇഷ്ടമായപ്പോൾ ഇത് എങ്ങനെ കയറി ആരും കാണാണ്ട്? ശ്രീലത്ത് കയറണമെങ്കിൽ ഒരു പാടല്ലേ, ആരും കാണാണ്ട് എങ്ങനെയാണ് ശ്രീലത്ത് കയറിയേ? അതൊരു പ്രയാസമല്ലേ. അമ്മ വേഗം കുട്ടിയും കൊണ്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവർ ഓടിച്ചെന്നത്. അപ്പോൾ അത്രയും നേരം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് പൂജയ്ക്ക് നട അടച്ച് കണ്ണനും കൂട്ടുകാരനും കൂടിയിട്ട് ഉണ്ണിക്കുട്ടനും കൂടി കളിച്ചു. കളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞ് നട തുറക്കണ സമയമായി. അപ്പോഴാണ് കണ്ണൻ പോയപ്പോഴാണ് ഇത് പറയാൻ കുട്ടി അവിടെ കുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നത്. വേഗം കുട്ടിയുടെ അമ്മ കുട്ടിയെ പിടിച്ച പിടിയാലെ വേഗം അമ്പലത്തിലേക്ക് വരികയാണ്. അപ്പോഴേക്കും ഉച്ചപൂജയ്ക്ക് വൈകുന്നേരത്തെ പൂജയ്ക്ക് നട തുറന്നപ്പോൾ മേശാന്തി ഞെട്ടിപ്പോയി. എവിടെ അണിയിച്ച മാല കാണാനില്ല, പരിഭ്രമായി. എല്ലാവരോടും ചോദിച്ചു, അവിടെയൊക്കെ നോക്കി. കണ്ണൻ്റെ കുറുമ്പ് അറിയാലോ. അപ്പോൾ നിലത്ത് വീണെടുക്കണ്ടോ, പിന്നിൽ വീണെടുക്കണ്ടോ, പൂക്കളുടെ കൂടെ വാരിപ്പോയോ, എന്താ ചെയ്തതെന്നൊക്കെ നോക്കി. എവിടെയും ആ മാല കാണാനില്ല, ആരും കണ്ടിട്ടില്ല. ശ്രീലകത്തുനിന്ന് ആരും അത് കയറി മോഷ്ടിക്കുക. അത് ഇത്ര നേരം കൊണ്ട് ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ചിട്ട് വൈകുന്നേരം സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് തുറക്കാറാകുമ്പോഴേക്കും ചെന്ന് എടുക്കുക വെച്ചാൽ ആരെടുക്കാനാണ്? അങ്ങനെ എല്ലാവരും പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ അതാ അമ്മ കുട്ടിയെ വലിച്ചുകൊണ്ട് വരുന്നു. കുട്ടിയുടെ കഴുത്തിലാണെങ്കിൽ ഈ മാലയും. അപ്പോൾ ചോദിച്ചു, ഇതെന്താ അത് കഥ? അത് ഗുരുവായൂരപ്പൻ്റെ മാലയല്ലേ? അപ്പോൾ വേഗം അവർ ശരിക്കും സ്ത്രീകൾക്ക് സാഷ്ടാംഗ നമസ്കാരം പാടില്ല. പക്ഷെ അവരിതാ അവിടെ കൂടി നിൽക്കണവരുടെ മുന്നിലൊക്കെ സാഷ്ടാംഗങ്ങൾ വീണ് നമസ്കരിച്ച് ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അതേ ഇത് ഭഗവാന്റെ മാല തന്നെയാണ്, ഗുരുവായൂരപ്പൻ്റെ മാല തന്നെയാണ്. എന്തോ ബുദ്ധിമോശം തോന്നിയിട്ട് എൻ്റെ കുഞ്ഞ് ഈ മാല എടുത്തു. ഇവൻ ശ്രീലകത്ത് കയറി ഈ മാല എടുത്തു. അപ്പോൾ അത് അശുദ്ധമായില്ലേ? എല്ലാം അശുദ്ധമായില്ലേ നിന്നോട്? അപ്പോൾ ചോദിച്ചു കുട്ടിയോട്, എങ്ങനെയാണ് നീ കയറിയ? ആരും കാണാണ്ട് എങ്ങനെ കയറിയ? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഞാൻ കയറിയിട്ടില്ല, എനിക്കിത് കണ്ണൻ തന്നതാണ്. കണ്ണൻ ഉച്ചക്ക് പൂജ കഴിഞ്ഞ് എൻ്റെ കൂടെ എന്നും കളിക്കാറുണ്ട്. അതുപോലെ ഇത്തവണയും കളിക്കാൻ വന്നപ്പോൾ ഈ മാല ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ കണ്ണൻ്റെ മാല കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി. അപ്പോൾ കണ്ണൻ എന്നോട് ചോദിച്ചു, ഈ മാല വേണോ? നിന്നോട് കണ്ണൻ ചോദിച്ചു അല്ലേ വേണമെന്ന്? അതെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഇട്ട് നോക്കാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോവാന്ന് പറഞ്ഞ് ഇടിച്ച് തന്നത് കണ്ണൻ തന്നെ. കണ്ണൻ നിനക്ക് കഴുത്തിൽ ഇട്ട് തന്നു. ഈ കുട്ടി സത്യമായിട്ടാണ് പറയണേ, എനിക്ക് ഇട്ട് തന്നു കണ്ണൻ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സ്വന്തമായിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു കണ്ണനോട്, കുട്ടിക്ക് അറിയണ്ട്. കണ്ണനോട് ഞാൻ ചോദിച്ചു, കണ്ണാ ഈ മാല ആരോ കണ്ണന് തന്നതല്ലേ? ഇത് കാണാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ? കണ്ണൻ്റെ ഇഷ്ടമുള്ള മാലയല്ലേ ചോദിച്ചപ്പോൾ എനിക്ക് തന്നതല്ലേ, പിന്നെ എൻ്റെ സ്വന്തമല്ലേ, അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാ, എന്നോട് സ്വന്തമായി എടുത്തോളാൻ പറഞ്ഞു. അപ്പം എല്ലാവരും പറഞ്ഞു, എന്നും ഇവിടെ നിന്നിട്ട് ഓരോന്ന് പറയാറുണ്ട്, കണ്ണനെ കാത്തു നിൽക്കണോ, കണ്ണൻ്റെ കൂടെ കളിക്കണോ, അത് ചെയ്യണോ ഇത് ചെയ്യണമെന്ന് പറയുമ്പോഴൊന്നും ആൾക്കാർ ഇത്ര വിചാരിച്ചില്ല. പഠിച്ച കള്ളനാ നീയെ ഇതുപോലെയൊക്കെ ഓരോന്ന് കട്ടുമോഷ്ടിക്കാമെന്ന് ലക്ഷ്യം വെച്ചിട്ടാവൂലേ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇവിടെ ചുറ്റിപ്പറ്റി നിന്നത്?
ഉച്ചയ്ക്ക് ചോദിച്ചതല്ലേ നിന്നോട്, നീ എന്തിനാ അവിടെ നിൽക്കണേന്ന്. അപ്പോൾ അവൻ്റെ കണ്ണനെ കാണാൻ കാത്തു നിൽക്കുകയാണ്, കണ്ണൻ കളിക്കാൻ വരുന്നത് കാത്തു നിൽക്കുകയാണ്. ഇതാണല്ലേ നിൻ്റെ നിൽപ്പ്, എപ്പോഴാണ് നീ ഉള്ളിൽ കയറിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ കേൾക്കും തോറും ദേഷ്യം ഇങ്ങനെ അരിച്ച് കയറി, എടാ കള്ള, നീയ് ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ കളവ്, ഇങ്ങനെ ഒരു മോനെ എന്തിനാ ഇത്രയും കളവ് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ അമ്മ ആ കുഞ്ഞിനെ ശിക്ഷിക്കണം. എല്ലാവരുടെ മുമ്പിൽ വെച്ച് എല്ലാവരും പരിഹസിച്ച് ജീവിക്കണം. കുട്ടിക്ക് സങ്കടം സഹിച്ചില്ല. പറഞ്ഞു, കണ്ണാ, ഞാനൊരൊറ്റ വിളി വിളിച്ചാൽ ഓടി വരണതാ നീ. ഇപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിട്ടും നീ എൻ്റെ അടുത്തേക്ക് വന്നില്ല. നീ തന്നതാണെന്ന് നീ ഇവരോട് ആരോടും പറഞ്ഞില്ല. ഒരാപത്തിൽ സഹായിക്കാൻ വരാത്ത ചങ്ങാതി എന്ത് ചങ്ങാതിയാണോ താൻ? എൻ്റെ ചങ്ങാതിയാണോ താൻ? ഇങ്ങനെ ഒരു ചങ്ങാതി എനിക്ക് വേണ്ട. താൻ തന്നിട്ടല്ലേ ഞാൻ വാങ്ങിയത്, എനിക്ക് ഇങ്ങനെ ഒരു ചങ്ങാതി വേണ്ട. തൻ്റെ മാല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞത് വലിച്ചിട്ട് ഒരൊറ്റ വീക്കം ഇറങ്ങി ഓടി അവിടുന്ന് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന്. എന്നിട്ട് ആ മാല ഊരി വലിച്ചിട്ട് ഒരൊറ്റ വീക്കി. അത് ആ മാല ചെന്ന് വീണത് ഒരു മരത്തിൻ്റെ മുകളിൽ ചെന്ന് വീണു. എല്ലാവരും പിന്നാലെ വന്നിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി വലിച്ച് വീക്കണതൊക്കെ കണ്ടു. ആ മരത്തിൻ്റെ മുകളിൽ വീഴുകയും ചെയ്തു. അപ്പോൾ ഇത്രയും തെറ്റ് ചെയ്തിട്ട് അവൻ എന്താ അഹമ്മദിയാന്ന് പറഞ്ഞിട്ടതാ അവനെ അടിക്കാനായിട്ട് ആ ക്ഷേത്രാധികാരി ഞങ്ങൾ അടിക്കാൻ കയ്യോങ്ങിയ വഴി പെട്ടെന്ന് ആ ശ്രീലകത്തെ വാതിലൊക്കെ നിറയെ മണി ശബ്ദത്തോടു കൂടിയിട്ട് തുറന്നിട്ട് പറഞ്ഞു, എൻ്റെ ചങ്ങാതി അടിക്കണ്ട, അവൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഞാനെന്നും അവൻ്റെ കൂടെ കളിക്കാറുണ്ട്. നിങ്ങൾക്കൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഈ വിഗ്രഹരൂപത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അവനാണ് എന്നെ കൂട്ടുകാരനായിട്ട് കണ്ടിട്ട് കളിക്കാൻ വിളിച്ചത്. നിങ്ങളെപ്പോഴും എന്നെ വിഗ്രഹരൂപത്തിൽ കാണുന്നു. നിങ്ങൾക്ക് പറയാനുള്ളതും ഒക്കെ പ്രാർത്ഥിക്കാനുള്ളതൊക്കെ കഴിഞ്ഞാൽ എന്നെ അവിടെ പൂട്ടി വെച്ച് പോകണു. അതിലപ്പുറം ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ അത് വേണം, ഇത് വേണം, എനിക്ക് എൻ്റെ മോളുടെ കല്യാണം കഴിയണം, മോൻ്റെ കല്യാണം കഴിയണം, എനിക്കത് വേണം എന്ന് പറഞ്ഞ് ചോദിച്ച് എന്തൊക്കെയോ ചോദിക്കേണ്ടത് തരാനിരിക്കണ ഒരാളായിട്ട്, ആരോ ഒരാളായിട്ട് അങ്ങനെ എന്നെ കണ്ടു. പക്ഷേ അവനെന്നിൽ നിന്നൊന്നും വേണ്ട. എൻ്റെ ആ സൗഹൃദം മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. ഗോപന്മാരുടെ പോലെ എന്നെ നിൻ്റെ കൂട്ടുകാരനാക്കുമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഞാൻ തന്നെയാണ് അവൻ്റെ കഴുത്തിൽ ആ മാല അണിയിച്ചത്, ഞാനാണ് അവിടെ കൊടുത്തത്. അപ്പം അതുകൊണ്ട് ആ കുഞ്ഞ് പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞു. അതങ്ങോട്ട് പറഞ്ഞ വഴി കുഞ്ഞ് ഉറക്ക കരഞ്ഞുകൊണ്ട് കണ്ണാ കണ്ണാ കണ്ണാന്ന് ഉറക്ക കരഞ്ഞുകൊണ്ട് അവിടെ വീണ് നമസ്കരിച്ചു. എല്ലാവരും ആ അമ്മയൊക്കെ ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു. എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ മരത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് നോക്കിയപ്പോൾ ആ മരത്തിൻ്റെ മുകളിൽ നിറയെ ആ മാല തൂങ്ങിക്കിടന്ന പോലെ നിറയെ മഞ്ഞ പൂക്കൾ നിറഞ്ഞു തൂങ്ങിക്കിടക്കണം. ആ നിറഞ്ഞു തൂങ്ങിക്കിടക്കണം കണ്ടപ്പോൾ എല്ലാവരും അത്യത്ഭുതമായി. ഇത് എങ്ങനെ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ അടയാളമാണ്. ഞാനും ഈ ഉണ്ണിക്കുട്ടനും എൻ്റെ ചങ്ങാതിയും ഞാനും തമ്മിൽ സൗഹൃദത്തിൻ്റെ അടയാളമാണ് ഈ പൂക്കൾ. ഈ പൂക്കൾ അത്രയും പ്രാധാന്യമേറിയതാണ്. ഏതൊരാൾക്കും ഈ പൂക്കൾ കണ്ടിട്ട്, ഈ പൂക്കളെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ പൂക്കളെ കൊണ്ട്, അപ്പോൾ അടുത്ത ആ ഒരു സമയത്ത് പറയണു, രാവിലെ എല്ലാവരും ഇനി എൻ്റെ കൂടെ ആ കൊന്നപ്പൂക്കളും കൂടി ചേർന്നിട്ട് എന്നെ പൂജിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവിധ അപവാദങ്ങളിൽ നിന്നും സർവ്വവിധ ദുഃഖങ്ങളിൽ, ആ കുട്ടി എത്രയോ അപവാദം അനുഭവിച്ചു അല്ലെ, അപവാദം കേട്ടില്ലേ, വേദന അനുഭവിച്ചില്ലേ, മനോദുഃഖം അനുഭവിച്ചില്ലേ, എല്ലാം കൊണ്ടും എത്രയോ വിഷമിച്ചു. അങ്ങനെ സകല വിഷമങ്ങളും താപത്രയങ്ങളും നീങ്ങി നിങ്ങളെപ്പോഴും അനുഗ്രഹിക്കും. എന്നേക്കാൾ മഹത്വമാണ് ഈ കൊന്ന പൂവിനെ. അപ്പം അതുകൊണ്ട് അടുത്ത ദിവസം ആ വിഷുവാണ്, മേടമാസത്തിലെ വിഷുവിന് പല ചരിത്രങ്ങളും പറയുന്നുണ്ട്. കൊന്നപ്പൂവിൻ്റെ ചരിത്രമാണ് പറഞ്ഞത്. വിഷു എന്ന് പറയുന്നത് ആ നരകാസുരനെ വധിച്ചിട്ട് വരണ സമയത്ത് അങ്ങനെ പല കഥകളും പറയുന്നുണ്ട് കേട്ടോ. അതിലൊരു ഭാഗം മാത്രമാണ്. പല കഥകളും പല രീതിയിൽ പറയുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഈശ്വരനോടുള്ള പരമപ്രേമം, അത്രയേ ഉള്ളൂ. ഈശ്വരൻ നമ്മുടെ ഉള്ള ആസുരിക ശക്തിയെ നശിപ്പിച്ച് അവിടെ അപ്പോൾ എല്ലാവരും ആ ഭഗവാന് വേണ്ടിയിട്ട് പൂജ ചെയ്തു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ ആസുരിക ശക്തിയെ ഇല്ലാണ്ടാക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ
ഈ സാത്വിക ഭാവത്തിനെ വർദ്ധിപ്പിക്കുന്നു. അതിനാണ് അപ്പോൾ വിഷു എന്ന് പറയണത്. അതുപോലെ ഉത്സവത്തിൻ്റെ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെയൊക്കെ ആയിട്ടും ഒക്കെ പറയുന്നുണ്ട് വിഷുവിനെ. അപ്പം ഏതൊരു നിലയ്ക്കായാലും ആ വിഷുവിൻ്റെ കൂടെ ഈ കണിക്കൊന്നയും കൂടി വച്ച് കാണുമ്പോൾ, ആ ഉത്സവത്തിന് ഈ കണിക്കൊന്നയും കൂടി വച്ച് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളൊക്കെ തീർന്ന കണിക്കൊന്ന കാണുമ്പോഴൊക്കെ ഈ ഒരു കഥ ഓർമ്മിക്കണം. ഭഗവാന്റെ ഭക്ത വാത്സല്യത്തിൻ്റെ കഥ, ആ സൗഹൃദത്തിന്, ദൃഢമായ സൗഹൃദത്തിൻ്റെ കഥ. അമ്മ പറഞ്ഞ വാക്ക്, ആരും ഇല്ലാത്തവർക്ക് ഈശ്വരനുണ്ട് കുഞ്ഞെ, നീ കണ്ണനെ വിളിച്ചോളൂ, കണ്ണൻ വരും എന്ന വാക്കിനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ആ ഗുരുവായൂരപ്പനെ കളിക്കാൻ വിളിച്ചപ്പോൾ ഗുരുവായൂരപ്പൻ വന്നു. നമ്മളൊക്കെ വിളിക്കുമ്പോൾ എന്താ വരാത്തതെന്ന് വെച്ചാൽ നമുക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. കണ്ണൻ വരില്ല എന്ന് 100% ഉറപ്പുണ്ട് നമുക്ക്. നമ്മൾ പറയുകയും ചെയ്യും. ഇപ്പോൾ കണ്ണനൊക്കെ ഇപ്പോൾ മയിൽപ്പീലി കൂടി എത്രയോ പറയണ എന്താ വെച്ചാൽ ഭാഗവതം പഠിച്ച്, എത്രയോ ഗ്രന്ഥങ്ങൾ പഠിച്ച്, അങ്ങനെ അറിവുള്ള മഹാത്മാക്കൾ പോലും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭഗവാൻ മയിൽപ്പീലി ചൂടി, പൊന്നിൻകിരീടം ചൂടി മയിൽപ്പീലിയൊക്കെ പിടിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമൊന്നുമില്ല. അങ്ങനെയൊന്നല്ല ഭഗവാൻ പറഞ്ഞു. അങ്ങനെ വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് അങ്ങനെ വരും, അത് ഉറപ്പുണ്ടാവണം. അങ്ങനെ വരില്ല എന്നാണ് നമ്മുടെ ഉള്ളിൽ ഉറപ്പ്. അല്ലേ, നമ്മൾ കേട്ടിട്ടില്ലേ ഭാഗവതം പറയണ ഒരു മഹാത്മാവ് ശ്രീകൃഷ്ണൻ്റെ അത്ഭുതമായിട്ടുള്ള രൂപത്തെ സ്വർണ്ണകിരീടമൊക്കെ ചൂടിയിട്ട്, സ്വർണ്ണമാലകൾ അണിഞ്ഞ്, സ്വർണ്ണവളകൾ അണിഞ്ഞ്, സ്വർണത്തിൻ്റെ ഉദ്യാനം അണിഞ്ഞ്, സ്വർണത്തിൻ്റെ പാദസരങ്ങൾ അണിഞ്ഞ് എന്ന് പറഞ്ഞ് വർണ്ണിച്ചപ്പോൾ അത് കേട്ടു നിന്നൊരു കള്ളൻ കത്തി ചൂണ്ടിക്കാണിച്ചിട്ട് ഇപ്പോൾ പറയണം എവിടെയാ ആ കൃഷ്ണൻ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞേക്കണു വൃന്ദാവനത്തിലാണ് ആ കൃഷ്ണനുള്ളത്, അവിടെ പോയി അന്വേഷിച്ചാൽ കാണാം, എല്ലാവർക്കും അറിയാം അവിടെ ആ കൃഷ്ണനെ എന്ന് പറഞ്ഞ് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സൂത്രം പറഞ്ഞയച്ചു. പക്ഷേ ആ കൃഷ്ണനെ തെരഞ്ഞു പിടിച്ച് അവിടെ ചെന്ന് കൃഷ്ണനെ കണ്ടു. കൃഷ്ണനെ കണ്ടോട് കൂടിയിട്ട് ഈ കള്ളന് സ്വർണവും വേണ്ട, ആഭരണം വേണ്ട, ഒന്നും വേണ്ട, കൃഷ്ണനെ മതി എന്നുള്ള അവസ്ഥയായി. പക്ഷെ പറഞ്ഞു, നീ എന്ത് തേടിയിട്ടാണ് വന്നേ? ഈ ആഭരണം തേടിയിട്ടല്ലേ. അപ്പം അതുകൊണ്ട് അത് നീ എന്നിൽ നിന്ന് ആഗ്രഹിച്ചത് ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും, പക്ഷെ എന്നിൽ നിന്ന് ഇത് ആഗ്രഹിച്ചത് ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞ് സ്വ ഇച്ഛയാൽ ആ കൃഷ്ണൻ അത് മുഴുവൻ ആ കള്ളന് കൊടുത്തു. കള്ളനപ്പോൾ ആ മഹാത്മാവിനെ ഓർത്തു. ആ ഭാഗവത പറയുന്ന മഹാത്മാവ് കാരണം കൊണ്ടല്ലേ, ഭഗവാനെ പറ്റിയിട്ട് പറഞ്ഞത് കൊണ്ടല്ലേ എനിക്ക് ഈ കൃഷ്ണ ദർശനം സാധ്യമായത്, എനിക്ക് ഈ ഭാഗ്യം ഉണ്ടായതെന്നിട്ട് ഓടിച്ചെന്നു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. വൃന്ദാവനത്തിൽ നിന്ന് തിരിച്ച് അത് അപ്പോഴൊക്കെ കൃഷ്ണ 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 ആ നാമം ജപിച്ച് അദ്ദേഹത്തിൻ്റെ നാവും വന്നല്ലേ, നാമറിയാതെ ഈ നാവിൽ വന്നാൽ പിന്നെ വിട്ടുപിരിയാത്ത നാരായണ എന്ന് പറയുമ്പോൾ അറിയാണ്ട് നാവിൽ വരണം. നമ്മൾ പോലും അറിയാണ്ടെന്ന് വെച്ചാൽ ഞാനാണ്, ഈ ശരീരം ഞാനാണ് എന്നുള്ള ആ ഒരു ബോധം ഉണ്ടല്ലോ, ബാഹ്യമായ ബോധത്തിൻ്റെ അപ്പുറം നമ്മുടെ ആ ഉപബോധ മനസ്സിൽ ആ നാമം ഉറയ്ക്കണം. അപ്പോൾ പുറമേക്ക് ഞാൻ എന്നുള്ള അഹങ്കാരമൊക്കെ പോകണം. അങ്ങനെ ആ നാവിൽ വരണം. അല്ലാണ്ട് വെറുതെ അങ്ങനെ ആയാലേ നാവിൽ വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല. എത്ര നമ്മൾ പ്രയത്നിച്ചോളൂ, ഒരു ദിവസം മുഴുവൻ നമ്മൾ ആ ഖണ്ഡനാമം ചൊല്ലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നൊരു സീരിയൽ കാണുമ്പോഴേക്കും ആ ഖണ്ഡനാമം കണ്ടു. കാരണം എന്താ, അത്രയും നേരം നമ്മൾ ഈ അഖണ്ഡനാമം ജപിച്ചിട്ടും ആ സീരിയലിൽ നിന്നൊന്നും നമ്മുടെ മനസ്സ് പോന്നിട്ടില്ല. ആ മനസ്സിൽ അത് ഉറച്ചു എന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നാലും അത് കാണാൻ തോന്നില്ല, നാമം ജപിച്ചിരിക്കാനേ തോന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തതുണ്ടാവും. ഇപ്പോൾ വീട്ടിലുള്ളവരെ ഗൃഹജോലികൾ ചെയ്യണം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, സപ്താഹം കഴിഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങോട്ട് നമ്മളെ വരുന്നത് കാത്തിരിക്കും. വീട്ടിലുള്ളവർ ആ കാലത്ത് പോയിട്ട് ഇത്ര നേരമായില്ലേ, ഞങ്ങൾ ഇതേ വിശന്ന് കാത്തിരിക്കുക, വേഗം ഉണ്ടാക്കും. നമുക്ക് അവിടെ ചെന്നൊന്ന് മേല് കഴുകി ഒന്ന് ഫ്രഷ് ആവാനും കൂടി നേരം കിട്ടില്ല, നേരെ അടുക്കളയിലേക്ക് ഓടേണ്ടി വരും. അപ്പം അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ, അവർക്ക് ഭക്ഷണമൊക്കെ ചെയ്ത് വേണ്ട പോലെ ഉണ്ടാക്കി കൊടുക്കണം. അത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ TV കാണലൊക്കെ വേണ്ടെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം. പക്ഷേ എന്താ വാസന ഇപ്പോൾ മാറണില്ല, അതുകൊണ്ടാണ് വീണ്ടും അതിൻ്റെ മുമ്പിൽ ചെന്നിരിക്കുന്നത്. അപ്പോൾ നാമം വരണില്ല. അതേസമയം ഗൃഹജോലികൾ ചെയ്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം, ഇന്ന് എന്തൊക്കെയാണ് കേട്ടത്, എന്തൊക്കെയാണ് പറഞ്ഞത്. അപ്പം നാമം ജപിച്ചുകൊണ്ട് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. അങ്ങനെ നാമം ജപിച്ചുകൊണ്ട് നമുക്കൊരു പക്ഷേ വേണമെങ്കിൽ നമ്മളുടെ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആ ജീവിതചര്യ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ ഉപബോധ മനസ്സിൽ ഈ നാമം ഉറയ്ക്കും. ആ ഭഗവാന്റെ കഥകൾ കേട്ട് നാമം ജപിക്കുമ്പോൾ ഈ ശരീരം ഞാനാണെന്നുള്ള ബോധമൊക്കെ പോയി അതിനോട് ബന്ധപ്പെട്ടതൊക്കെ എനിക്ക് പ്രിയപ്പെട്ടതാണെന്നൊക്കെ പോകും, അല്ലെ? മമതാബന്ധമൊക്കെ പോവും, കെട്ടുപാടുകളൊക്കെ വിട്ടു നിൽക്കും. നമ്മളുടെ കർമ്മവാസന തീരണ വരെ ആ കർമ്മങ്ങൾ പ്രാരാബ്ധങ്ങൾ അനുഭവിച്ച് തീർക്കുക. അതും കർമ്മപ്രാരാബ്ധമാണ്. ഞാനൊരു ജോലി ചെയ്യുമ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 55 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയറായിട്ട് പോകണം. അതുവരെ അവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാവണം. 55 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോവില്ല, അത് എൻ്റെ ജോലിയാണ്, ഞാൻ എത്ര കാലമായിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുകയോ ഇല്ല. അതുപോലെ ഈ ശരീരത്തിൽ കർമ്മപ്രാരാബ്ധം നിലനിൽക്കണവരെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഒട്ടലില്ലാണ്ട് ഇതിന് പൂർവ്വജന്മകൃതമായ കർമ്മപ്രാരാബ്ധങ്ങളാണെന്നുള്ള ഭാവത്തിൽ അത് ചെയ്യണത്. അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ നാവുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് ആ കർമ്മങ്ങളെ അങ്ങനെ ചെയ്യുമ്പോൾ കർമ്മങ്ങൾക്കും പരിശുദ്ധി ഉണ്ടാവും, നാമജപത്തിൻ്റെ മഹത്വമാവും, നമുക്ക് ആ മമതയൊക്കെ വിട്ടുപോകും. അങ്ങനെ നാമം ജപിക്കുക വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് പറയണു, അങ്ങനെ വേണം. നമുക്കാണെങ്കിൽ ആ ഉറപ്പൊന്നുമില്ല, ഭഗവാൻ ഇറങ്ങി വരും, ഭഗവാനെ കാണുമ്പോൾ ഈ ഒരു കള്ളന് എന്തേ ഉണ്ടായിരുന്നുള്ളൂ, ആ കള്ളനൊരൊറ്റ കണ്ണനെ കാണാം, ഈ ആഭരണങ്ങൾ. അപ്പോൾ ആദ്യം കണ്ണനെ കാണണം, എന്നിട്ടേ ആഭരണങ്ങൾ വേണ്ടു, അല്ലേ? അപ്പോൾ കണ്ണനെ കാണുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷ്യം, അല്ലേ? കണ്ണനെ കണ്ടാലോ എല്ലാ കർമ്മപ്രാരാബ്ധങ്ങളും നമുക്ക് സായോജ്യമായി. പിന്നെ നീ എന്തിനതൊക്കെ? അപ്പോൾ അതുകൊണ്ടാണ് കണ്ണനെ കാണണം, കൃഷ്ണ 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 എന്ന് വിളിച്ച് നടന്നാൽ മതി, അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ആരോടും ചോദിക്കാൻ പോയില്ല. ആരോടെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തിനാ കൃഷ്ണനെ കാണുന്നത്, ഏതാന്നൊക്കെ ചോദിച്ചാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ തന്നെ വിളിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വെച്ചിട്ട് ആ വൃന്ദാവനത്തിൽ മുഴുവനും അലഞ്ഞ് നടന്നു ആ കാട്ടിൻ്റെ ഉള്ളിൽ. കൃഷ്ണ 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 കൃഷ്ണ, ഒന്ന് കാണാൻ എന്ന് കൊതിച്ച് അവസാനം ആഭരണത്തിന് വേണ്ടിയിട്ടാണ് താൻ അലയണത് എന്നുള്ളതൊക്കെ വിസ്മരിച്ചിട്ട് കൃഷ്ണദർശനലാലസ, കൃഷ്ണനെ കാണാൻ വേണ്ടി അലഞ്ഞു. അപ്പോഴാണ് കൃഷ്ണൻ വന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണോ, അല്ലേ, നമ്മുടെ ധ്രുവകുമാരൻ എന്തിനു വേണ്ടിയിട്ടാണ് ആ കണ്ണനെ കാണാൻ പോയത്? അച്ഛൻ്റെ മടിയിലൊന്ന് ഇരിക്കണം, അതിനു വേണ്ടിയിട്ടാണ് തപസ് ചെയ്തത്. ആ ഒരു ഇച്ഛയ്ക്ക് വേണ്ടിയിട്ട് അത്ര കഠിനമായ തപസ് ചെയ്തു. പക്ഷെ ഭഗവാനെ കണ്ടതോടു കൂടിയിട്ടോ ഒന്നുമില്ലാണ്ടായി. ആ ഭഗവാനെ എന്താ ചെയ്യണ്ടേ? കാൽക്കൽ വീണ് നമസ്കരിക്കണോ, കെട്ടിപ്പിടിക്കണോ, ഉമ്മ വയ്ക്കണോ, എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഭഗവാൻ തൻ്റെ മനോഹരമായിട്ടുള്ള ശംഖ് കൊണ്ട് ആ കവിളത്തൊന്ന് തൊട്ട സമയത്ത് യോന്തപ്രവശ്യ മമ വാചമിമം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അങ്ങനെ അതിമനോഹരമായിട്ട് ആ ഉള്ളിൽ അകത്തും പുറത്തും ആത്മാവായിട്ടിരിക്കണത്, ആ പ്രാണനായിട്ടിരിക്കണം, ഭഗവാനെ നമസ്കരിക്കണു. അപ്പം അതുകൊണ്ട് ലക്ഷ്യത്തെ എന്തെങ്കിലും കാര്യത്തിൽ വേണ്ടിയിട്ടാണെങ്കിലും തീവ്രമായിട്ടുള്ള ആ ജപം കൊണ്ട്, തീവ്രമായിട്ടുള്ള ഒരു ഭാവം കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ആശകളൊക്കെ ഇല്ലാണ്ടായിട്ട് പോകണം, എല്ലാ കെട്ടുബാധകളൊക്കെ ഇല്ലാണ്ടായിട്ട് പോകണം. അതാണ് ആ ഭഗവാന്റെ കാരുണ്യം എന്ന് പറയണത്. അങ്ങനെ ആണ് ആ ഒരു പക്ഷെ അത്രയും ഒരു ഉറപ്പ് ആ ഭാഗവതം പറയുന്ന ആ മഹാത്മാവിന് ഉണ്ടായില്ല. ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് മുന്നിൽ തട്ടിയിട്ട് ഈ ഇദ്ദേഹത്തിനെ അങ്ങോട്ട് നമസ്കരിച്ചു. ചോദിച്ചു ഇതെന്താന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇതൊക്കെ കണ്ണൻ എനിക്ക് തന്നതാണ്, അങ്ങ് പറഞ്ഞ എല്ലാ ആഭരണങ്ങളും ഉണ്ട്. അതിസുന്ദരമായിട്ടുള്ള ആ സ്വർണത്തിൻ്റെ പീലിക്കിരീടം കണ്ടോ, കണ്ണൻ്റെ ആ കാതിലണിഞ്ഞിരിക്കുന്ന മകരകുണ്ടലങ്ങളെ കണ്ടോ, ആ കഴുത്തിലെ കൗസ്തുഭമണി കണ്ടോ, ആ കഴുത്തിലണിഞ്ഞിരിക്കുന്ന സ്വർണ്ണമാലകൾ കണ്ടോ, ആ കൈവളകൾ കണ്ടോ, മോതിരങ്ങൾ കണ്ടോ, അങ്ങ് പറഞ്ഞത് ആ ഉദ്യാനം കണ്ടോ, കാലിൻ്റെ ആ പാദസരം കണ്ടോ എന്നെല്ലാം പറഞ്ഞ് ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ട് അത് പറഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം. എത്രയോ കാലമായി ഞാൻ ഈ ഭാഗവതം പറഞ്ഞ് നടക്കണു,
ഒരിക്കൽ പോലും എൻ്റെ മുമ്പിലൊന്നും വന്നില്ലല്ലോ കണ്ണ. ഒരിക്കൽ ആദ്യമായിട്ട് നീ ആരാന്ന് പോലും അറിയാണ്ട് നിൻ്റെ മേലിൽ ആഭരണങ്ങൾക്ക് മാത്രം കൊതിച്ചിട്ട് നിന്നെ അന്വേഷിച്ച് വന്ന ഈ കള്ളൻ്റെ മുമ്പിൽ നീ ചെന്നുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാന്റെ അശരീരി ഉണ്ടായി. ഇത്ര കാലം എൻ്റെ കഥ പറഞ്ഞു നടന്നിട്ടും എന്നെ ഒന്ന് കാണണം, എന്നെ ഒന്ന് തൊടണം, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്ന് തോന്നിയില്ലല്ലോ. കഥകളല്ലേ, എത്രയോ തവണ പറഞ്ഞു. ഇങ്ങനെ പിലിക്കിരീടം ചൂടി വരമാല അണിഞ്ഞ് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് മുത്തുമാലകൾ അണിഞ്ഞ് കൈകളിലൊക്കെ സ്വർണ്ണമാല അണിഞ്ഞ് വിരലുകളിലൊക്കെ മോതിരം അണിഞ്ഞ് അങ്ങനെ ആ രൂപത്തോട് കൂടിയിട്ടൊന്നും നിങ്ങളുടെ ആരുടെ മുമ്പിലും കണ്ണം വരാൻ പോണില്ല. നിങ്ങൾ അനുഭവം കൊണ്ട് മനസ്സിലാക്കണം. അപ്പം അങ്ങേക്ക് പോലും ഞാൻ വരുമെന്ന് ഉറപ്പില്ല. പിന്നെ എങ്ങനെയാണ് അങ്ങ് പറയണത് കേട്ടിട്ട് കേൾക്കണവർക്ക് ഉറപ്പുണ്ടാവുക എന്ന് ചോദിച്ചു. ഇതൊക്കെ മഹാത്മാക്കൾ അനുസ്മരിക്കുന്ന കഥകളാണ്. അപ്പം അങ്ങനെയാണ് ആ ഭഗവാന്റെ കഥകൾ. അപ്പോൾ അതുപോലെ ഈ കൊന്നപ്പൂവ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ പരമമായ പ്രേമത്തിൻ്റെ പ്രതീകമാണ്, സർവ്വ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ മനസ്സ് അല്ലേ, ആ മനോമാലിന്യങ്ങളൊക്കെ നീങ്ങി സർവ്വ ഐശ്വര്യം ഉണ്ടാവട്ടെ, എല്ലാ സമ്പദ്സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ. കണ്ണൻ്റെ വിഷുക്കൈ നീട്ടമായിട്ട് ഇത്തവണ ഞങ്ങൾക്ക് ശ്രീകണ്ഠേശ്വരം സോമവാര്യർ അദ്ദേഹത്തിൻ്റെ സപ്താഹമാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നമുക്ക് ആ വിഷുക്കൈ നീട്ടം ഒരാൾക്കായിട്ടല്ല, എല്ലാവർക്കുമായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റുന്ന എല്ലാവരും ഏതെങ്കിലും ഒരു ദിവസം ഒരു നേരം ഒരല്പസമയം നമ്മുടെ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരപ്പൻ തന്നെയാണ് മുല്ലോർജി തേവരായിട്ട് ഇവിടെ വിലസണത് എന്നതാ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ അടുത്തേക്ക് യാതൊരു ഗുരുവായൂരപ്പനെ കാണാൻ നമ്മൾ എത്ര നേരം നിൽക്കണം, എത്ര നേരം ബുദ്ധിമുട്ടണം. ഇവിടെ വന്നാൽ ഭഗവാൻ എല്ലാവരെയും കാത്തുകൊണ്ട് എല്ലാവർക്കും സുലഭനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും വരണം, വരാണ്ടിരിക്കരുത്. നിങ്ങളെല്ലാവരും കൂടി ആ സപ്താഹത്തിന് ക്ഷണിക്കാൻ കൂടിയിട്ടാണ് വരണത്. ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, കഥകളുടെ കാര്യം. അതിനു മുമ്പ് ഈ സപ്താഹം കൂടി കേട്ട് ആ ഒരു അനുഗ്രഹം കൂടി നേടിയിട്ട് എനിക്ക് ധാരാളം കൃഷ്ണകഥകൾ പറയാനായിട്ട് ഭഗവാൻ അവസരം തരട്ടെ എന്ന് ആ ഭഗവാന്റെ മുമ്പിൽ, മുല്ലോർലി തേവരുടെ മുമ്പിൽ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ മുല്ലോർലി തേവരെ കഴിഞ്ഞ ദിവസം നച്ചൂസ്വാമിയുടെ പ്രഭാഷണത്തിൽ പറയുണ്ടായി. എല്ലാം ഒന്ന് തന്നെ, ഗുരുവായൂരപ്പനെ തന്നെ പ്രാർത്ഥിക്കാൻ വെച്ചാൽ ഗുരുവായൂരപ്പനെ തന്നെ മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുക, വേറെ ഒന്നുമല്ല. എവിടെ ചെന്ന് നോക്കിയാലും അത് ഗുരുവായൂരപ്പനാവണമെന്ന്. അതുപോലെ ഇവിടെ കണ്ണൻ്റെ കഥകൾ പറയാൻ തുടങ്ങിയത് നിങ്ങളുടെയൊക്കെ മുമ്പിൽ സുലഭമായിട്ട് പറയാൻ തുടങ്ങിയത്. മറ്റത് ചെറിയ പ്രഭാഷണങ്ങൾക്കേ പോയിരുന്നുള്ളൂ. സുലഭമായിട്ട് നമ്മളുടെ ഈ പ്രേമപുഷ്പാഞ്ജലി എന്നുള്ളൊരു കൃഷ്ണ കുടുംബത്തിലേക്ക് വരാൻ കാരണമായത് തന്നെ ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ ഗുരുവായൂരപ്പൻ വന്നിട്ടാണ്. ആ ഉളനാട് ഉണ്ണിക്കണ്ണൻ എത്രയോ ദൂരെയാണ്. ആ ഉണ്ണിക്കണ്ണൻ ഗുരുവായൂരപ്പൻ തന്നെയാണ്. ആ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുമ്പോൾ അകലെ നിൽക്കണതും ഗുരുവായൂരിക്കുന്നതും ഇപ്പോൾ പറയണു മുല്ലോർലി തേവരുടെ ആ തേവർ സാക്ഷാൽ പരിപൂർണ ബ്രഹ്മമാണ്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അതേ ചൈതന്യം തന്നെയാണ്, പൂർണ്ണബ്രഹ്മമാണ് എന്ന് പറയണം. അപ്പോൾ അടുത്തിരിക്കുന്ന മുല്ലോർലി തേവരും അകലെയിരിക്കുന്ന ഉളനാട് ഉണ്ണിക്കണ്ണനും ആ ഭൂലോക വൈകുണ്ഠത്തിൽ വിളങ്ങണ ആ ശ്രീ ഗുരുവായൂരപ്പനും എല്ലാം ഒന്ന് തന്നെയാണ്. എവിടെയായാലും എന്നെ കാണണമെന്ന് കൊതിച്ചാൽ ഞാൻ അവിടെ ഉണ്ട് കേട്ടോ എന്നതാ ഭഗവാൻ നമ്മളോടൊക്കെ പറയുകയാണ്, അനുഭവത്തിലൂടെ പറഞ്ഞു തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ സപ്താഹത്തിന് വരണം, അനുഭവവേദ്യമാവട്ടെ എന്ന് പറഞ്ഞു. പിന്നെ പലരും ചോദിച്ചു ലൈവ് വരുമോയെന്ന്. വീഡിയോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ അവിടെ ചെന്ന് സപ്താഹം കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുമെന്ന് അറിയില്ല. കാരണം പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ കേട്ടിരിക്കാനേ തോന്നുള്ളൂ, അങ്ങനെ വീഡിയോ പിടിക്കാനൊന്നും തോന്നില്ല. എന്നാലും ഞാനത് കാരണം ഒരു സേവ പോലെ, ഭഗവാന്റെ സേവ പോലെ ചിന്തിച്ചിട്ട് ഭഗവാനോട് തന്നെ പറയാം, അത് വേണ്ടതുപോലെ ആക്കി തരണേന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ എത്ര തീവ്രമായ കൊതിയുണ്ടോ അതനുസരിച്ചിട്ട് ഭഗവാൻ അതിന് വേണ്ടതൊക്കെ ഏർപ്പാടുകൾ ചെയ്തു തരും. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണോ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണോ. എല്ലാവർക്കും വിഷു ആശംസകൾ. നാളെ കണി കാണുക എല്ലാവരും. പിന്നെ
എല്ലാവരും ഈ വാട്സാപ്പിൽ കൂടെയും ഇതിൽ കൂടെയൊക്കെ ആശംസകൾ എന്ന് എഴുതണേക്കാളും ഭേദം എഴുതി അയച്ച് ഓരോരുത്തരുടെ ഫോണൊക്കെ ഹാങ് ആവണേക്കാളും ഭേദം എല്ലാവർക്കും നന്മ വരണേ എന്ന് വിചാരിച്ചുകൊണ്ട് നാമം ജപിക്കുക. ഉറക്കെ നാമം ജപിക്കുക. ഈ വിഷു ദിനത്തിലൊക്കെ നാമം ജപിക്കാൻ സാധിച്ചില്ല വെച്ചാൽ പിന്നെ നമ്മൾ എപ്പോഴാണ് നാമം ജപിക്കുക? എല്ലാവർക്കും വിഷു ദിനത്തിൽ സദ്യ ഉണ്ടാക്കാനും ഒരുക്കാനും കാര്യങ്ങൾക്കും ഒരുക്കാനൊക്കെയാണ് നേരം. നാമം ജപിക്കാൻ നേരമില്ല. അപ്പോഴും ഭഗവാന്റെ അടുത്തിരിക്കാൻ നേരമില്ല. ഭഗവാന്റെ പേര് പറഞ്ഞിട്ട് ഓരോ വിശേഷങ്ങൾ, ഓണം, വിഷു, തിരുവാതിര, പക്ഷെ അന്നും ഭഗവാന്റെ കൂടെ ഇരിക്കാൻ നമുക്ക് നേരമില്ല. അപ്പോൾ അതുകൊണ്ട് 3:30 തൊട്ടിട്ട് 5 മണി വരെ 4:45 വരെ വിഷുക്കണിക്കുള്ള സമയം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിയുന്നതും നേരത്തെ എനിക്ക് കണി കണ്ടിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭഗവാന്റെ അടുത്ത് നിന്ന് കുറച്ച് സമയം നാമം ജപിച്ചിട്ട് ബാക്കിയുള്ള ഒരുക്കങ്ങൾ നടത്താം. അപ്പം നേരം വൈകില്ലേ എന്നൊന്നും വിചാരിക്കേണ്ട. ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടാവും. എല്ലാം വേഗത്തിൽ അങ്ങനെ നമ്മളിതാ സദ്യ ഒന്നും ഒരുക്കണ്ടെന്ന് പറയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുക്കങ്ങളാവുമ്പോൾ എല്ലാ വിഭവങ്ങൾക്കും കൂടുതൽ സ്വാദുണ്ടാവും. കാരണം ആ ഭഗവാന്റെ നാമം നാമം ജപിച്ചുകൊണ്ട് എല്ലാം ഉണ്ടാക്കുമ്പോൾ ആ വിഭവങ്ങൾക്കൊക്കെ കൂടുതൽ സ്വാദുണ്ടാവും. അപ്പോൾ ഇത്തവണത്തെ വിഷു അങ്ങനെ നമുക്ക് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം.